നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഡ്രസ്സ് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കണ്ടിട്ട് അതുകൊണ്ട് ഈ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അവസാനം പൈസ കൊടുക്കുകയും ചെയ്യും, പക്ഷെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ 1000-2000 രൂപ അവരുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ കേസ് കൊടുക്കാത്തതുകൊണ്ടോ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഇത് വിട്ട് കളയും. പിന്നെ ഉണ്ടെങ്കിൽ ഇവർ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനത്തുള്ള ഒരുപാട് കേസുകളുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം മൂങ്കോടസിൻ്റെ കാര്യം. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കും. പക്ഷെ നമ്മളതിൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ അവർ പറയുന്നത് ഒരു 90 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് 1 വർഷം കഴിഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കിട്ടത്തില്ല, പൈസയും നഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് പേര് ഒരു 1000 രൂപയല്ലേ ഉള്ളൂ, കുറച്ച് പൈസ ഉള്ളതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അത് വലിയ കാര്യമൊക്കെ ഒന്നും എടുക്കത്തില്ല, കേസും കോടതിയൊന്നും പോകത്തില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഇതേണത്തുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതേണക്ക് ഓർഡറൊക്കെ ചെയ്തിട്ട് 90 ഡേയ്സ് കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ കിട്ടുന്നില്ല, 1 വർഷമോ, എന്നിട്ടും ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവസാനം ഉണ്ടെങ്കിൽ കോടതി പോവുകയാണ് ചെയ്തത്. അങ്ങനെ വിധി വന്നപ്പോഴത്തേക്ക് ആ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അനുകൂലമായിട്ട് തന്നെയാണ് വന്നത്. ഇവരുണ്ടെങ്കിൽ അവസാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന്. അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് പിന്നെയും അവരുടെ അടുത്തു നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അവർ പിന്നെയും പറ്റിക്കപ്പെടും, എന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. സോ അതുകൊണ്ട് ഇങ്ങനത്തുള്ള മണ്ടത്തരത്തിൽ ചെന്ന് ചാടുന്നതിന് പകരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആലോചിച്ചും കണ്ടും ചെയ്യുക, അതാണ് മെയിനായിട്ട് വേണ്ടത്.